back to the episode of Mega Server Series episode 5. നമ്മളിന്ന് വീണ്ടും ഇരിക്കുകയാണ് മൈക്രോ സർവർ സീരീസിന്റെ എപ്പിസോഡ് 5 ആയിട്ട് കഴിഞ്ഞ എപ്പിസോഡ് നമ്മളുടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു വീട് ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളത് ഞാൻ നോക്കിയിട്ട് ഇത് കുറച്ചധികം സമയമായിട്ടുണ്ട്. ഇതായി കഴിഞ്ഞിട്ട് ഞാന് കുറച്ചധികം നേരം കുറച്ചധികം കുട്ടികളോ ഒറ്റ കുട്ടി വന്നിട്ടുണ്ട്. കുറച്ചധികം വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ആയി കാണും ഗൈസ്. അപ്പോ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ പോകുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഗോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ഇന്നത്തെ ഗോള്. ട്രേഡിംഗ് ഹാള് കുഴപ്പമില്ലാത്തൊരു നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം. പക്ഷെ നമുക്ക് നമ്മുടെ ആർമർ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് എൻജാൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ ഒരു സമയത്ത് ആർമർ പേരേക്കാം. അതാണ് എന്റെ FK സ്പോട്ട്. ഉണ്ടാക്കിയേക്കാണ്. കുറച്ച് സമയമായിട്ട് പറയുന്നിട്ട് ഒന്ന് ഫ്രീഡായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് വലിക്കുന്നിട്ടില്ല. Let's get into the video, guys. അപ്പോ അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഞാൻ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടില്ല. വെച്ചിട്ട് അതിന് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ അധികം സാധനമൊന്നും വേണ്ട. കുറച്ച് സ്ക്രൂസ് വേണം. അത് കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താൻ പോണം. എവിടെ വെച്ചിട്ട് നോക്കട്ടെ. ഏകദേശം കാണുന്നില്ലല്ലോടാ. ഇവിടെ തൊട്ടടുത്തുണ്ടാവും. ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. പക്ഷെ കാണുന്നില്ല. കാര്യം കേട്ടാൽ ഇവിടേക്കൊന്നും ഡിസ്റ്റൻസ് കൂട്ടിയാക്കട്ടെ. കാണുമായിരിക്കും. ഓ കാവില്ല. രണ്ട് ഇടാ അവിടെ 3 ബ്ലാക്ക് സ്മിത്തുകള്. അവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് കണ്ടോ? അവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത്. ഇവിടെ 1, 2. എടാ സ്നോയിപ്പായോന്നു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലടാ. കുറച്ചധികം ദൂരെ പോന്നിട്ടുണ്ട് ഞാൻ അവിടെ നിന്നതാ. ഒന്ന് കുറച്ച് പോന്നപ്പോ സ്നോയിപ്പായമ സ്ക്രൂസ് ഇവിടെ തന്നെ ഉണ്ട്. സ്ക്രൂസ് വന്നിട്ട് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. പണി ഞാൻ കണ്ടെത്താണ്ടതെല്ലാം കണ്ടെത്തിയത് ചുറ്റോറും സാപ്ലിങ്സ് ആണ്. പക്ഷെ ഒരു 16 കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോ വളർന്നിട്ടുണ്ട് സ്ക്രൂസ്. കുറച്ചധികം നേരം ഞാന് പക്ഷെ വീട്ടിലല്ലോ ബ്ലാക്ക് സ്മിത്തിന്റെ വീട് ഞാൻ റെയ്ഡ് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. ഒരെണ്ണം നോക്കിയിട്ടില്ല. നമുക്ക് അതിന്റെ അവസാനം ഒന്ന് നോക്കിയേക്കാം. അടുത്തൊന്ന്
വളർന്നോണ്ടിരിക്കും. എടാ എത്ര വളരണം, ചടപട ചടപട വളരാണ്. ഏ ഒരു കാര്യം ചെയ്തേക്കാം. എന്നാലേ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അധികം ഇല്ല, ഇത്രയും ഐറ്റംസ് ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ വില്ലേജസിനെ ഈ ദിവസം കൊണ്ടുവരണമെന്ന് ആലോചിച്ചാ നിൽക്കണം. ഞാൻ വില്ലേജസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവരണ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഞാൻ തൃപ്തമായിട്ട് എഴുതിട്ടുണ്ട്. കാരണം അത് ഞാൻ അധികം ഒന്നും ഉണ്ടാക്കി വെക്കില്ല, അധികം വില്ലേജസിന് വെക്കില്ല മടി വെച്ചിട്ട്. അതിന് സെപ്പറേറ്റ് നേരം ദിവസം വെക്കുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വില്ലേജിനും കൊണ്ടുവരാം, അതേപോലെ നമ്മുടെ ഇതിന് കൊണ്ടുവരാം, ചാറ്റ് ചെയ്യാം. അപ്പൊ അത് കുഴപ്പമുണ്ടാവില്ല എന്നൊരു മനസ്സ് പറയണു. ഇവിടെ ആയിട്ട് ആ ഒരു അണ്ടർഗ്രൗണ്ട് ആവുമ്പോ അതിന്റെ ബെഡ് സ്റ്റോണൊക്കെ പൊടിച്ച് ബ്രേക്ക് ചെയ്തിട്ട് വെക്കേണ്ടി വരും. അത് കുറച്ച് പണിയാണ്. അപ്പൊ നമുക്ക് ഓവറായിട്ട് വേൾഡ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഉണ്ടാക്കണം നല്ലത്. അതെന്റെ മനസ്സിൽ വേണതാ. വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് ബർണസ് മറ്റേ ഉപയോഗിക്കുന്നവരൊക്കെ ഗ്ലാസ് ബർണസിലൊക്കെ നമുക്ക് താഴെ വെക്കണം നല്ലത്. കാരണം കുഴപ്പമില്ല സ്റ്റോൺ കട്ടറിനൊക്കെ. ഞാനില്ലേ അതൊന്നും ഉണ്ടാക്കണേന്റെ ടൈം ഗ്ലാസ് കണ്ടിട്ട് രാത്രി ആ കുഞ്ഞിനെ ടൈം ഗ്ലാസ് കണ്ടിട്ട് വാ. അപ്പേക്ക് ഞാൻ നേരം വിളിച്ചാക്കിട്ട് കാണിച്ചു തരാം. ഇന്നത്തെ എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ, സീ യു. അപ്പൊ ഇത് കുറച്ചും കൂടി ഉണ്ടാക്കാണ്ട് അവിടെ നമുക്ക് ഗ്ലാസ് വെക്കാൻ ഒരു പ്ലാൻ നോക്കുന്നത്. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാം.